ಎಂದರೆ ಈ ಕಿಡಾವು ಸ್ಕೂಲಿಗೆ പോവാണ്ടിക്കോകില്ല കാരണം മെയിൻ റീസൺ ഇത് ഇത് കേട്ടിട്ട് ഈ മക്കളെ ഇടയിലല്ല ഒരടിയ അല്ലെങ്കിൽ ചെറിയൊരു പറച്ചല അതിങ്ങനെ കിട്ടുമ്പോഴത്തേക്കു ഈ കിടാവുകു എന്തൊരു എല്ലാ നാളും. ഹായ് എവ്രി വൺ, ഐ എം ഇബ്രാഹിം ഖലീൽ, ഇൻലൈറ്റ് ഇന്ത്യ. ಎಲ್ಲರೆയും ഒരു ಕ್ವಶನ್ ಐಟಿಕ್ಕರು. ഞങ്ങളിപ്പോൾ ക്ലിനിക്ക് ಬಂಡೆ ಚಮ್ಮ ಉಮ್ಮಮಾರ ഒരു ಕ್ವಶನ್ ಐಟಿಕ್ಕರು. ಸ್ಕೂಲಿಗೂ ಫಸ್ಟ್ಗೆಲ್ಲ ಚಂದത്തിൽ പോയോണ്ടിരുന്ന ഇപ്പൊ തീരെ പോണ്ടില്ല. എന്തൊരാക്കറ് സാർ, ഈ പോകുമ്പോത്തുകു ഔത്തരനങ്ങ സുബൈಗೆ എണിച്ചിട്ട് കറുത്തുമ്പോത്തുകു ഞങ്ങൾക്ക് മൂക്കുത്തോല് ബണ്ടുണ്ട്. ഓരോ പേരൻസ് വന്നിട്ട് ഞങ്ങളൊട്ടിಗೆ ചൊല്ലാറ്. എന്തിരൈറ്റിക്കു ഇതിര കാരണം? ഇതല്ല ഓരോ പേരൻസും ആയ നിങ്ങ അനുഭവിച്ചങ്ങൈറ്റിക്കുവാർ. എസ് സാറിനോ? അപ്പോ ഞങ്ങളെ ക്ലിനിക്കില് ഈ കിടാവരെ ഞങ്ങൾ ഒരു കൗൺസിലിംഗ് ആക്കി നോക്കുമ്പോൾ അതിൽ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ടുണ്ട്. ആ സ്ക്രീനിങ് ടെസ്റ്റില് ഞങ്ങൾക്ക് ಗೊತ್ತವರು ಎಂದರೆ ಈ ಕಿಡಾವು ಸ್ಕೂಲಿಗೆ പോവാണ്ടിക്കോകില്ല കാരണം മെയിൻ റീസൺ ഇത്. അപ്പൊ ആ സ്ക്രീനിങ് ടെസ്റ്റില് ഞങ്ങ ഇതിപ്പോ കിടാവു ചിലപ്പോ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പോണ്ട കിടാവ് ആയിട്ടിക്കൂ, അല്ലെങ്കിൽ ഫിഫ്ത്തിൽ പോണ്ട കിടാവ് ആയിട്ടിക്കൂ, സിക്സ്ത്തിൽ പോണ്ട കിടാവ് ആയിട്ടിക്കൂ, അല്ലെങ്കിൽ ചിലപ്പോ SLC ആയിട്ടിക്കൂ. ബട്ട് ಆ ಸ್ಕೂಲ್ಗೆ പോകുമ്പോഴത്തേക്കു അവന്റെ ಅಕಾಡೆಮಿಕಲ್ ಲೆವೆಲ್ ಅವನಿಗೂ ಸರಿಯಾയിട്ട് ಎಲ್ದೋಗೊಂತಿಲ್ಲ, ಓದೋಗೊಂತಿಲ್ಲ. ഒരു 3 ಲೆಟರ್ಸೇ ಹಾಕಿಡಾವು ಎಂದರಾಕೋಗೊಂತಿಲ್ಲ, ಕೂಟಿಟ್ಟು ಓದೋಗೊಂತಿಲ್ಲ. ഈ കൂട്ടിട്ട് ഓതോಗೊಂತಿല്ലാത്ത ഈ കിടാവു ഓരോ നാളും കിടാവ് എന്തരാവു സ്കൂളിൽ പോയെങ്കിൽ ഒരു സബ്ജക്ട് ടീച്ചർ അല്ലല്ല സഹിക്കുന്നത്, 4-5-6 സബ്ജക്ട് ടീച്ചേഴ്സ് ഉള്ളാറ്. ഓരോ 45 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കു ഓരോ സബ്ജക്ട് ടീച്ചർ ചേഞ്ച് ആയ ടീച്ചർ. അപ്പൊ ഒരു മാമറുത് കഴിഞ്ഞിട്ട് അങ്ങളത് അങ്ങനെ ഇങ്ങനെ ചൊന്ന് കലിയലോട് കൂടെ പിന്നെ ഒരു സബ്ജക്ട് മാം ಬಂತು അയിമറുതും കുറെ കേക്കറ്. ഈ കിടാവുക എങ്കിൽ മാക്സിമം അവൻ ട്രൈ ആക്കറ ഓതും, അല്ലെങ്കിൽ എൽതൊകും ഓതുകല്ല കറക്റ്റ് എന്തരാക്കറ മാക്സിമം അവನು ട്രೈ ಆಕರ. ಬಟ್ ಅವನಿಗೆ ಎಂದರಾವಿಲ್ಲ ಇದು ಕೂಟಿಟ್ಟು ಓದುಗು ಅವನಿಗೆ ಆವಿಲ್ಲ. ಆವಾತ ಕಾರಣ ಕೊಂಡಿಟ್ಟು ഈ സ്കൂളില് എല്ലാ മാമരങ്ങളെ ബായരെ ഈ കിടാവ് കേക്കറ്. ഇത് കേട്ടിട്ട് ഈ മക്കളെ ഇടയിലല്ല ഒരടിയ അല്ലെങ്കിൽ ചെറിയൊരു പറച്ചല അതിങ്ങനെ കിട്ടുമ്പോഴത്തേക്കു ഈ കിടാവുകു എന്തൊരു എല്ലാ നാളും ഇത് ഒരു നാളല്ലേ, എല്ലാ നാളും ഈ കിടാവ് എന്തരാക്കറ് ഇതിരമേ അനുഭവിച്ചോണ്ടിരിക്കുമ്പോഴത്തു ഇതേ സ്ട്രെസ് എടുത്ത് ಹೋಯ್ಕೊಂಬತ್ತು പിന്നെ കിടാവുകു ಇಪ್ಪರ್ತಿಗೂ ಬರೋಗೆ ಸ್ಕೂಲಿಗೂ ಬರೋಗೆ ಅಂಕೋರು ഇൻട്രസ്റ്റ് ഇല്ല. കാരണം എന്തേ, അവിടെ ഒരു സുബൈത്ത് പോയിട്ട് പിടിച്ചിട്ട് അസർത്തോൽ പോയെങ്കിൽ എല്ലാ മാമരങ്ങളെ ബയറ് കേൾക്കും. മെയ്യാവത്തതുക്ക് അങ്ങ് എന്തരാക്കാറ് ഫോണാക്കിയിട്ട് പേരൻസ് ആയ ഉമ്മ ബാപ്പട്ടവും ചൊല്ലാറ്. ഇനിയിപ്പോ സ്കൂളിൽ വന്നിട്ട് ഔത്തു വന്നെങ്കിൽ ഔത്തും അവസ്ഥ എങ്ങനെ, ടീച്ചർ കോൾ ആക്കിയിട്ടുണ്ട്, എനിക്ക് വന്നില്ലേ അതാക്കെ എനിക്ക് ബാക്കിയെല്ലാത്തക്ക് തീറ്, ഇതൊക്കെ മാത്രം നിക്ക് അങ്ങനെ ഇങ്ങനെ ആയിട്ട് ചെന്നിട്ടു ഞങ്ങം ഇതാക്കുമ്പോഴത്തേക്കു ഈ കിടാവ് പിന്നെ എന്തൊരാക്കറ് അപ്പുറവും അല്ല ഇപ്പുറവും അല്ലാത്ത ഒരവസ്ഥ. അതായിട്ടിക്കറ ഞങ്ങ പേരൻസ് ആയ ഞങ്ങ ഈ പോണിലെ ചെന്നിട്ടു ആ ഒരു പ്രോബ്ലംസിന്റെ ബാക്കിൽ മാത്രം കൂടെ തീരണം. അവിടെ ഞങ്ങൾക്ക് ಬೇನಾയത് എന്തുകൊണ്ടിട്ട് ഈ കിടാവ് സ്കൂളിൽ പോകി കേക്കില്ല. അത് ചമ്മ കാരണക്കും. അതിൽ ഇപ്പൊ നണ്ടട്ടിಗೆ ಬಂದ ഒരു ಕೇಸಾയിട്ട് ನಾನಿಪ್ಪ ನಿಗಳೊಟ್ಟಿಗೆ ಪ್ರೆಸೆಂಟ್ ಆಕಿ ಆ ಕಿಡಾವ್ರೆ ಲೆವೆಲ್ ಅವನು
ഫിഫ്തിലായെങ്കിലും അവന്റെ ലെവൽ എന്തിരില്ല, ഒരു LKG ലെവൽ, ഒരു 3 ലെറ്റർ BAT ബാറ്റ്, CAT കാറ്റ് പോലും കിടാവോതുകുന്നില്ല. അപ്പൊ അതായിട്ടിരിക്കുന്നതാണ് ഈ പാരന്റ്സിന്റെ ചൊല്ല്. വെറുതെಗೆ ನಂಗೆ ಎಂದರೆ ಅವನು ಎಂದು പോണില്ല ചെന്നിട്ട് ആ ഒരു സമസ്യത്തെ ബാക്കിൽ കൂടുറാണ്ടെന്നല്ലേ എന്തുകൊണ്ടിട്ട് പോണില്ല എന്ന് ചെന്നിട്ടു ഞങ്ങൾ പഠിക്കുന്നതല്ലേ ബെസ്റ്റ്? ಎಸ್ ಸರ್ನು. അപ്പോ അത് എന്തുകൊണ്ടിട്ടു ഉണ്ടതരെ അപ്പൊ ആ മക്കളെ ആസ് എ പാരന്റ്സ് ചൊല്ലുന്ന രീതിയിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ടിട്ടു ഉണ്ടു ഞങ്ങൾക്ക് എങ്ങനെ അർത്ഥാക്ക എന്തുകൊണ്ട് കിടാവ് പോണില്ലേ? അപ്പൊ ഞങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാവും എന്തൊരു ഒന്നു ഈ കിടാവു പോകു കേൾക്കാത്ത കാರಣ സ്കൂളില് അവനുക്ക് പോണ്ട ക്ലാസ് ലെവൽ. ഇപ്പൊ 2ാം ക്ലാസ് ആയി 2ാം ക്ലാസ്, 5ാം ക്ലാസ് ആയി 5ാം ക്ലാസ്, 8ലായെങ്കിലും 10ലായെങ്കിലും ഏതുമായെങ്കിലും അവന്റെ ബുക്സ് അവന് ഓതറാണ് അല്ലെങ്കിൽ ഓതോ കിട്ടില്ലേ? അത് കന്നഡത്തിൽ കിട്ടാ, ഇംഗ്ലീഷിൽ കിട്ടാ, ഹിന്ദിയിൽ കിട്ടാ, അവന്റെ ലെവലിലുള്ള മാത്തമാറ്റിക് അവനുക്ക് കിട്ടാ ഇല്ലേ ചൊല്ലത്? അത് ഏതൊരു പേരൻസും ഞങ്ങൾ അർത്ഥാക്കിട്ട് വെക്കരുത് നല്ലായിട്ടിക്കറ്. അപ്പൊ നമുക്ക് കൊന്താവൂ ഈ കിടാവ് എന്തുകൊണ്ടിട്ട് അവിടേക്ക് പോണില്ലേ? നമ്പർ 1. അതല്ലെങ്കിൽ ചിലപ്പോ ഈ കിടാവൂരെ എല്ലാ മക്കളെ ക്യാരക്ടർ ഒരേപോലെ ഇക്കാലെ. ചിലപ്പോ ചില മക്കെന്തര അവരാറ് ಬೇಗ ഇമോഷണലി അവരെ മക്കിക്കറാറ്. അപ്പൊ അവിടെ എന്താക്കണം ഞങ്ങ ചില മക്ക ആരെങ്കിലും സ്കൂളിലു ഇങ്ങനെ പഠിപ്പില് ബാക്ക്വേർഡ് ആയത് കൊണ്ടിട്ടു തമാസാക്കറങ്ങയിട്ടിക്കുവാർ, എന്തെങ്കിലും മേൽപേര് വിളിച്ചിത്ത അങ്ങനെ തമാസാക്കറ മക്ക ആ ടൈപ്പിലല്ലിക്കുവാർ. അപ്പൊ അതിന്നെങ്കിലും അതിലും ഞങ്ങ എന്തരാക്കേണ്ടി പണ്ട് ആക്കിടാവുക പോവാണ്ടിക്കുള്ള റീസൺ ആരെങ്കിലും തമാസാക്കറാറ അത് ഇതാണ്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് ഞങ്ങളൊട്ടിಗೆ നല്ല മൂമെന്റ്സ് ഇരിക്കുന്ന ടൈമിലും ഞങ്ങളൊട്ടിಗೆ കേട്ടിട്ട് ഞങ്ങൾ അർത്ഥാക്കുക. അതല്ലെങ്കിൽ മാനേജ്മെന്റ് ഭാഗത്ത് അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ ഭാഗത്തിൽ എന്തെങ്കിലും അവന് അടിയ അല്ലെങ്കിൽ മക്കളുടെ ഇടയിൽ ഇങ്ങനെ നിസാരാക്രമ അങ്ങനെ ഇങ്ങനെ ഉണ്ടാണ്ടും ചിലപ്പോൾ ഉണ്ടിട്ട് ഞങ്ങൾ നല്ല ഫ്രണ്ട്ലി ആയിട്ട് ഞങ്ങൾ നിണ്ടെത്തിന്നെങ്കിൽ അവൻ ഓപ്പൺ ആയിട്ട് അവൻ അനുഭവിക്കരുത് അവന് ചൊല്ല. കാരണം വെറുതെ ഒരു മക്ക പോണില്ല ചൊല്ലല്ലേ. അപ്പൊ ഈ ഒരു വിഷയത്തെ ഞങ്ങ ആസ് എ പാരന്റ്സ് ചൊല്ല രീതിയിൽ ഞങ്ങ അർത്ഥാക്കിട്ട് ആ കിടാവുക എന്തെങ്കിലും ബാക്ക്വേർഡ് അതല്ലെങ്കിൽ ഈ റീഡിങ്ങും റൈറ്റിങ്ങിലും ഓതുകും എഴുതുക അതിലെല്ലാം കഷ്ടം ഉണ്ടെങ്കിൽ അതില് നല്ല ഒരു ഏത് ചൈൽഡ് സ്പെഷ്യലൈസ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റ് പോയിട്ട് ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ആക്കിയിട്ട് ഈ മക്കളെ സമസ്യ എന്തരേട്ട് കറക്റ്റ് അർത്ഥാക്കിയിട്ട് അതിര് ബാക്കിൽ അതുക്ക് ഫോക്കസ് ആയിട്ട് പോയെങ്കിൽ ഈ കിടാവും റീഡിങ്ങും റൈറ്റിങ്ങും പഠിച്ചെങ്കിൽ അവനും സ്കൂളിൽ പോക തയ്യാറ്. അതായിട്ടിരിപ്പ് ഇൻലൈറ്റിലും ചൊമ്മത്തെ മക്ക വന്നോണ്ടുള്ളതും അങ്ങനത്തേത്. ഞങ്ങളെ ബാംഗ്ലൂർ ടു ട്രിവാൻഡ്രത്തോലുള്ള എല്ലാ സെന്റർസിലും വന്നോണ്ടുള്ള മക്കവും 100 കണക്കിലുള്ള ഞങ്ങളെ സെന്റർക്ക് വന്നോണ്ടുള്ള മക്കവും അതെ. അപ്പൊ അങ്ങനെ ലെവലിലേക്ക് എത്തുമ്പോഴത്തേക്കു കണ്ണ് കാണാത്തങ്ക് കണ്ണ് കണ്ട ആ ഒരു ഫീലിംഗ് ആയിട്ട് ആ കൊസി ഇതിപ്പോ ഇന്നത്തെ ഒരു അനുഭവം എന്ന് ചൊല്ലേ. ഒരു +2 പഠിക്കര്, +1 ഇതിപ്പോ SLC എങ്ങനെ പാസ് ചെയ്യറ്, അത് വേറെ ആളിനെ വെച്ചിട്ടായിട്ട് ആ കിടാവ് പാസ് ചെയ്യറ്. ആ കിടാവു ഇന്നത്തേക്ക് വന്നിട്ട് ഞങ്ങളൊട്ടിಗೆ ഒരു 15 days ആയിട്ടില്ല, ഒരു 13 days ആയോണ്ട് വന്നോണ്ടുള്ളത്തര ആ കിടാവു ഒരു ചെറിയൊരു സ്റ്റോറി. കാരണം അന്തരെ അസസ്മെന്റ് കഴിഞ്ഞപ്പ ഒരു 3 അക്ഷരം പോലും ആ കിടാവ് ഓതുകത്തില്ല. ഇപ്പൊ ഞങ്ങളെ ആ റെമഡി സ്റ്റാർട്ടാക്കിയിട്ട് അതിന് അതേ ലെവലിലെ കൊണ്ടുവന്നിട്ട് ഇന്റെ ഒരു ചെറിയൊരു സ്റ്റോറി ഓതിയപ്പ സാറ് അവന്റെ ആ സന്തോഷം കൊണ്ടിട്ട് അവന് ചൊല്ല്, സാറ് നാണ് എന്റെ ലൈഫിലും ഇത്ര വലിയ ഒരു സ്റ്റോറി ഞാൻ ഫസ്റ്റ് ആയിട്ടിക്കറ ഞാൻ ഇന്റെ ഓതിയുണ്ട്. കാരണം ഒരു കണ്ണ് കാണാത്ത ആൾക്ക് കണ്ണ് കാണുമ്പോഴത്തേക്കുള്ള ഒരു ആ ഫീലിംഗ്, ആ ഒരു സന്തോഷ അതായിട്ടിക്കറാക്കിയിടാവും ഞങ്ങളൊട്ടിಗೆ പ്രകടനാക്കി. അപ്പ അങ്ങനെയുള്ള മക്കൾക്ക്
സൊല്യൂഷൻ ഉണ്ട്. അത് ഏത് ഒരു ഞങ്ങളെ റായത്തെ മുട്ടത്തുല്ലമ്മ നല്ല ചൈൽഡ് സ്പെഷ്യലൈസ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റുകളെ കണ്ടിട്ട് അതുക്കുള്ള റെമഡി എടുത്തിട്ട് ആ മക്കളെയും ഞങ്ങൾക്ക് എന്തരാക്കാം നല്ല ഒരു ജീവിതത്തെ കൊണ്ടുവരാം ഞങ്ങ. അപ്പൊ ഈ വിഷയം ഒന്ന് ഞങ്ങ അർത്ഥാക്കിട്ട് ഞങ്ങള് സ്കൂളിൽ പോവാത്ത കാരണം എന്തിരണ്ട് ഞങ്ങ എന്തിരെ പഠിച്ചിട്ട് ആ ലെവലിൽ ഞങ്ങളെ മക്കളെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവാം. ഇനി നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. നൈസ് ടു മീറ്റ് യു. സീ അഗൈൻ. ബൈ.